എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മെയ് മാസത്തിലേക്ക് കടക്കുകയാണ്. വൃശ്ചിക രാശിയിൽ ജനിച്ചവർക്ക് മെയ് 2026 ഒരു വളരെ നിർണായകമായ മാസമാണ്. ഗ്രഹങ്ങളുടെയൊക്കെ മാറ്റം പരിശോധിക്കുമ്പോൾ ഈ മാസം നിങ്ങൾക്ക് ഒരേ സമയം വെല്ലുവിളികളും വലിയ ഭാഗ്യാനുഭവങ്ങളും ഒരുമിച്ച് വരുന്നുണ്ട്. പ്രത്യേകിച്ചും മെയ് 13 വരെയുള്ള സമയം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും ബിസിനസ് പങ്കാളിത്തത്തിലും വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നതായി കാണാൻ പറ്റും. തുടർന്ന് മെയ് 14 മുതൽ ജൂൺ 1 വരെയുള്ള സമയം ആത്മീയ അനുഭവങ്ങളിലൂടെയും അപ്രതീക്ഷിത ധനലാഭത്തിലൂടെയും ഒക്കെ കടന്നു പോകാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. എന്നാൽ ഈ മാസം ചില ദിവസങ്ങളിൽ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിലും അനാവശ്യമായ തർക്കങ്ങളിലും ഒക്കെ അല്പം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ്, ഈ മാസം നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഒപ്പം ഈ പ്രതിസന്ധികളെയൊക്കെ മറികടക്കാൻ ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ ഒരു വൃശ്ചിക രാശിക്കാരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇനി ആദ്യം തൊഴിൽ എങ്ങനെ പോകും എന്ന് നോക്കാം. ജോലി അന്വേഷിക്കുന്നവർക്ക് മെയ് 29 മുതൽ ജൂൺ 2 വരെയൊക്കെയുള്ള കാലയളവ് വളരെയധികം അനുകൂലമാണ്. നല്ല അവസരങ്ങളൊക്കെ തേടി വരാൻ ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട്. എന്നാൽ നിലവിൽ ജോലി ചെയ്യുന്നവർ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ മേലധികാരികളൊക്കെ അല്പം കർശനമായിട്ടൊക്കെ പെരുമാറാൻ സാധ്യതയൊക്കെ ഉള്ള സമയമാണിത്. അതിനാൽ ജോലിസ്ഥലത്ത് അനാവശ്യ തർക്കങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ ജോലിയിലൊക്കെ വളരെയധികം കൃത്യനിഷ്ഠയൊക്കെ പാലിക്കേണ്ടതുമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായി നിറവേറ്റാനൊക്കെ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ്. ഇനി ബിസിനസ് ചെയ്യുന്നവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് മെയ് 13 വരെയുള്ള സമയം പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം ഉചിതമാണ്. പുതിയ പ്രപ്പോസലുകളൊക്കെ വരാനും ബിസിനസ്സൊക്കെ വിപുലീകരിക്കാനും ഈ സമയം വളരെയധികം നല്ലതാണ്. എന്നാൽ മെയ് 11 ശേഷമുള്ള കാലയളവിൽ അനാവശ്യമായ കോടതി കേസിലോ അല്ലെങ്കിൽ തർക്കങ്ങളിലോ ഒക്കെ അകപ്പെടാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. നിയമപരമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ടതാണ്. ഇനി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെയ് മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മെയ് 14 മുതൽ ജൂൺ 1 വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈ സമയത്ത് അപ്രതീക്ഷിതമായ ധനലാഭത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടൊക്കെ ലഭിക്കേണ്ട സ്വത്തുവകകൾ സംബന്ധിച്ച കാര്യത്തിലോ ഒക്കെ ഒരു അനുകൂലമായ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ്. ഈ മാസത്തെ സാമ്പത്തിക അവസരങ്ങളെ ബുദ്ധിപൂർവ്വമൊക്കെ ഉപയോഗപ്പെടുത്തുക. നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വമൊക്കെ ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ കൃത്യമായിട്ട് വിനിയോഗിക്കേണ്ടതാണ്. ഇനി വൃശ്ചിക രാശിക്കാരുടെ കുടുംബം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുടുംബ ബന്ധത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം മെയ് 13 വരെയൊക്കെയുള്ള സമയം വളരെയധികം സന്തോഷകരമാണ്. ദാമ്പത്യ ജീവിതത്തിൽ നല്ലൊരു ഐക്യമൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ്. എന്നാൽ മെയ് 20 മുതൽ 24 വരെയുള്ള തീയതികളിൽ അല്പം ജാഗ്രത ആവശ്യമാണ്. നിങ്ങളുടെ പങ്കാളിയുടെ വീട്ടുകാരുമായിട്ടോ ഒക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഒക്കെ സാധ്യതയും കാണുന്നുണ്ട്. ഈ സമയത്തൊക്കെ അനാവശ്യമായ വാദപ്രതിവാദങ്ങളൊക്കെ ഒഴിവാക്കി ക്ഷമയോടെയൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. ചെറിയൊരു വിട്ടുവീഴ്ച വലിയ പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കുന്നതുമാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മെയ് 10 വരെയുള്ള സമയം പഠനത്തിലൊക്കെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന ഒരു മികച്ച കാലഘട്ടമാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന വിഷയങ്ങളൊക്കെ പഠിക്കാൻ മെയ് 7 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ ഏറ്റവും അനുയോജ്യമാണ്. ഈ ദിവസങ്ങളിൽ ഒക്കെ ഏകാഗ്രതയൊക്കെ വർദ്ധിക്കുമെന്നതിനാൽ മികച്ച വിജയമൊക്കെ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിലൊക്കെ മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെക്കാനും സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് മെയ് മാസം. ഇനി വൃശ്ചിക രാശിക്കാരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. മെയ് 11 മുതൽ 15 വരെയുള്ള തീയതികളിൽ ആരോഗ്യകാര്യത്തിലേക്ക് അല്പം കൂടുതൽ ശ്രദ്ധയൊക്കെ പുലർത്തേണ്ട സമയമാണ്. ഈ സമയത്ത് അനാവശ്യമായ തർക്കങ്ങളിലോ അല്ലെങ്കിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലോ ഒക്കെ ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാനസിക സമ്മർദ്ദമൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് ഇതൊക്കെ. അതുപോലെ യാത്രകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പുറത്തു നിന്നുള്ള ഭക്ഷണപാനീയങ്ങളൊക്കെ കഴിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഈ മാസം ഉണ്ടായേക്കാം. അതുപോലെ മെയ് 20 മുതൽ 24 വരെയുള്ള തീയതികളിൽ മാനസികമായ സമ്മർദ്ദമൊക്കെ അല്പം വർദ്ധിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഈ സമയങ്ങളിലൊക്കെ മനസ്സൊക്കെ ശാന്തമാക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്.
ചുരുക്കത്തിൽ ചെറിയ ജാഗ്രതയും കൃത്യമായ ശ്രദ്ധയൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസം ആരോഗ്യപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ മുന്നോട്ടൊക്കെ പോകാൻ സാധിക്കുന്നതാണ്. ഇനി ഈ മാസത്തെ വെല്ലുവിളികളെയൊക്കെ അതിജീവിക്കാനും ഗുണഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചില ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗണപതി ഹോമം, പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുന്നത് വിഘ്നങ്ങളൊക്കെ അകറ്റാൻ സഹായിക്കുന്നതാണ്. അതുപോലെ ദിവസവും ഹനുമാൻ ചാലിസ ജപിക്കുന്നതൊക്കെ വളരെയധികം ആത്മവിശ്വാസമൊക്കെ നൽകുന്നതാണ്. അതുപോലെ ശിവക്ഷേത്ര ദർശനം മെയ് 14, 28 തീയതികളിലൊക്കെ ശിവക്ഷേത്ര ദർശനം നടത്തുക. ശിവൻ അതുപോലെ ധാര വഴിപാടൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അത് എല്ലാ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഒക്കെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക, കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ മെയ് 2026 വൃശ്ചിക രാശിക്കാർക്ക് പരീക്ഷണങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു മാസമാണ്. മനസ്സിൽ അമിതഭാരമൊന്നും വയ്ക്കാതെ ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയൊക്കെ മുന്നോട്ട് പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.